മാലയിൽ പുലിപ്പല്ല് വെച്ചതിന് വനംവകുപ്പ് കസ്റ്റഡിയിലെടുത്ത റാപ്പർ വേടനെ കർശന ഉപാധികൾ വെച്ചാണ് പെരുമ്പാവൂർ കോടതി ജാമ്യം അനുവദിച്ചത്. കേരളം വിട്ട് പുറത്തു പോകരുതെന്നും എല്ലാ വ്യാഴാഴ്ചയും അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകണമെന്നും നിർദ്ദേശമുണ്ട്. 7 ദിവസത്തിനുള്ളിൽ പാസ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കാനും കോടതി ഉപാധി വെച്ചു. പുലിപ്പല്ല് കേസിൽ പ്രതികരണമില്ലെങ്കിലും ലഹരി ഉപയോഗം സംബന്ധിച്ച് വേടന് കൃത്യമായ മറുപടിയുണ്ട്. ഒരുപാട് ആൾക്കാരോട് നന്ദിയുണ്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച. പിന്നെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, എന്നെ കേൾക്കുകയും കാണുകയൊക്കെ ചെയ്യുന്ന എൻ്റെ സഹോദരന്മാരോടാണ്. ഇപ്പോൾ ഇവന്റെ പുകവലി മദ്യപാനമൊക്കെ ഭയങ്കര പ്രശ്നമാണ്, ബാഡ് ഇൻഫ്ലുവൻസ് ആണെന്ന് എനിക്കറിയാം. ചേട്ടനോട് ദയവ് ചെയ്ത് ക്ഷമിക്കണം. നല്ലൊരു മനുഷ്യനായി മാറാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ. പോയിട്ട് വരാം. തൃശൂർ വിയ്യൂരിലെ ജ്വല്ലറിയിലും മുളങ്കുന്നത്തുകാവിലെ വേടനെ വീട്ടിലും വെച്ച് വനംവകുപ്പ് ഇന്ന് തെളിവെടുപ്പ് നടത്തി. വേടൻ ജ്വല്ലറിയിലെത്തി രൂപമാറ്റം ചെയ്ത പുലിപ്പല്ലി വാങ്ങിക്കൊണ്ടുപോയതായി ഉടമ സന്തോഷ് വനംവകുപ്പിന് മൊഴി നൽകി. വേറൊരു കെയർ ഓഫിൽ വന്നിട്ടുള്ളതാണ്, പിന്നെ ആരുടെ കെയർ ഓഫിൽ വന്നിട്ടുള്ളതാണ്. പരിചയമൊന്നുമില്ല, എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. പിന്നീടാണ് ആള് ട്രെൻഡിങ് ആയപ്പോഴാണ് നമുക്ക് ആളാണെന്ന് മനസ്സിലായത്. ജ്വല്ലറിയിലെ തെളിവെടുപ്പിന് പിന്നാലെ വനംവകുപ്പ് തിരിച്ചത് വേടന്റെ വീട്ടിലേക്കാണ്. വീട്ടിനുള്ളിൽ പരിശോധന നടത്തിയെങ്കിലും ഒന്നും കണ്ടെത്താനായില്ല. വേടനുമൊത്ത് വനംവകുപ്പ് സംഘം തിരികെ മടങ്ങുമ്പോൾ നൊമ്പരപ്പെടുത്തുന്ന മറ്റൊരു കാഴ്ച കൂടി സംഭവിച്ചു. നായ്ക്കുട്ടിയെ സുഹൃത്തിന് കൈമാറി വേടൻ വനംവകുപ്പ് വാഹനത്തിലേക്ക് നടന്നു നീങ്ങി. വേടന്റെ നിലപാടുകളും രാഷ്ട്രീയ ആശയങ്ങളും തന്റേടമുള്ളതാണ്. എന്നാൽ നിയമത്തിനുള്ളിൽ നിന്ന് ജീവിക്കാൻ മറ്റേതൊരു പൗരനെയും പോലെ വേടനും ഉത്തരവാദിത്വമുണ്ട്. മാതൃഭൂമി ന്യൂസ്, തൃശൂർ, കൊച്ചി.